സൗദി അറേബ്യ 1938 കണ്ടെത്തിയ പെട്രോളിൻ നിക്ഷേപത്താൽ തലവര മാറിയ മരുഭൂമി. ഇന്ന് സൗദി അറേബ്യ ദിവസവും 1 കോടിയിലധികം ബാരൽ ഓയിൽ ഖനനം ചെയ്ത് 80-ലും അധികം രാജ്യങ്ങളിലേക്ക് വിൽപ്പന നടത്തുന്നു. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ പെട്രോളിയം കയറ്റുമതി രാജ്യവുമാണ് സൗദി അറേബ്യ. എന്നാൽ ഈ സാമ്രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറയായ ഈ പെട്രോളിയം നിക്ഷേപം അധികം വൈകാതെ തീർന്നു തുടങ്ങുകയോ അല്ലെങ്കിൽ അതിന്റെ ആവശ്യകത കുറയുകയോ ചെയ്താൽ സൗദി അറേബ്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ ഇളകും. ഈ ഒരു സാഹചര്യം മുന്നിൽ കണ്ട് സൗദി കിങ് സൽമാൻ ഓഫ് സൗദി അറേബ്യയുടെ മകനായ അൺഒഫീഷ്യലി മുഴുവൻ രാജ്യം നിയന്ത്രിക്കുന്ന സൗദി ക്രൗൺ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ സൗദിയുടെ ഇപ്പോഴത്തെ പെട്രോളിയത്തെ ആശ്രയിച്ച് നിലനിൽക്കുന്ന ഈ സാമ്പത്തിക സ്രോതസ് നിലച്ചാൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകരാതിരിക്കാൻ ഇതിനേക്കാൾ മികച്ച സാമ്പത്തിക സ്രോതസ് എന്ന നിലയിൽ ദുബായിയെ പോലെ സൗദിയെ ഒരു ഇന്റർനാഷണൽ ടൂറിസം ഹബ്ബാക്കി മാറ്റണമെന്നും അതിനായി സൗദി വിഷൻ 2030 എന്ന ആശയത്തിന്റെ ചുവടുപിടിച്ച് 10ഓളം പ്രൊജക്ടുകൾ അടങ്ങുന്ന നിലവിലെ ആർക്കിടെക്ചർ സ്ട്രക്ചറുകളുടെ കാഴ്ചപ്പാട് രീതികളെ തലകീഴായി മറിക്കാൻ കെൽപ്പുള്ള ഒരു മെഗാ പ്രൊജക്ട് ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യം പ്രഖ്യാപിച്ചതുമായുള്ളത് 4 പ്രൊജക്ടുകളാണ്. അതിലൊന്നാമത് അതീവ ആഡംബരത്താൽ നിറഞ്ഞതും ദ്വീപിലായി നിർമ്മിക്കുന്നതുമായ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ദ സിൻഡാല. 4500 ഫീറ്റിലും അധികം ഉയരമുള്ള പർവ്വതങ്ങളുടെ മുകൾ തട്ടിൽ നിർമ്മിക്കുന്ന ലക്ഷറി റിസോർട്ട് ദി ട്രോജാന. പകുതി കരയിലും പകുതി കടലിലുമായി സ്ഥിതി ചെയ്യുന്ന വ്യാവസായിക നഗരം ദി ഓക്സഗൺ. 170 കിലോമീറ്റർ നീളത്തിൽ മലകളെയും മരുഭൂമികളെയും കീറിമുറിച്ച് കടന്നു പോകുന്ന വെർട്ടിക്കൽ സിറ്റി ദി ലയൺ. സൗദി അറേബ്യയുടെ തലവര മാറ്റുന്നതിനായി നിർമ്മിക്കുന്ന വിസ്മയിപ്പിക്കുന്ന ഈ നിർമ്മിതികൾ അടങ്ങുന്ന $1 ട്രില്യൺ മെഗാ പ്രൊജക്റ്റാണ് ദി പ്രൊജക്ട് നിയോം. നോർത്ത് വെസ്റ്റേൺ സൗദി അറേബ്യയിലെ ടബൂക്ക് പ്രൊവിൻസിൽ 26,500 സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ വിവിധയിടങ്ങളായി നിർമ്മിക്കുന്ന വിവിധ തരത്തിലുള്ള നിർമ്മിതികളുടെ ആകെ രൂപമാണ് പ്രൊജക്ട് നിയോം. നിയോം പ്രൊജക്ടുകൾ നിർമ്മിക്കപ്പെടുന്ന ഈ സ്ഥലത്ത് നിന്ന് ഇവിടെ നിർമ്മിക്കുന്ന നിയോം ബേ എയർപോർട്ടിന്റെ സഹായത്തോടെ ലോകത്തിലെ 40% പോപ്പുലേഷന് 6 മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തിച്ചേരാൻ സാധിക്കുന്ന സ്ട്രാറ്റജിക് ഏരിയയിലാണ് നിയോമിന്റെ സിറ്റികൾ നിർമ്മിക്കുന്നത്. ഈ പ്രൊജക്ടുകളിൽ ആദ്യം വരാൻ പോകുന്ന പ്രൊജക്ട് എന്നത് സിൻഡാലയാണ്. സിൻഡാല റെഡ് സീയിൽ നിർമ്മിക്കുന്ന 840,000 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു അൾട്രാ ലക്ഷറി ഐലൻഡാണ്. ഇവിടെ ഹോട്ടൽസ്, വില്ലാസ്, ലക്ഷറി റിസോർട്ട്, വെൽനസ് സെന്റേഴ്സ്, ബീച്ച് ക്ലബ്സ്, മറൈൻ ടൂറിസം തുടങ്ങി ദ്വീപിലായി സ്ഥിതി ചെയ്യുന്ന മൾട്ടി മില്യനേഴ്സും ബില്യനേഴ്സുമായിട്ടുള്ള സന്ദർശകരെ ലക്ഷ്യം വെക്കുന്ന അതീവ ആഡംബര നഗരം എന്ന രീതിയിലാണ് സിൻഡാല നിർമ്മിക്കുന്നത്. 2024 പകുതിയോടെ ഈ ലക്ഷറി ഐലൻഡ് നിർമ്മാണം പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുക എന്ന ലക്ഷ്യമാണ് നിയോമിന്റെ നിർമ്മാതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്. ട്രോജാന 1500 മുതൽ 2600 മീറ്റർ വരെ ഉയരത്തിൽ സൗദിയിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതനിരകളിൽ ഒന്നായ സറത്ത് പർവ്വതനിരകളുടെ മുകൾ തട്ടിൽ 60 സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ നിർമ്മിക്കുന്ന ഫ്യൂച്ചറിസ്റ്റിക് അൾട്രാ ലക്ഷറി റിസോർട്ടാണ് ട്രോജാന. ഇവിടെ 3620-ലും അധികം ഹോട്ടൽ റൂംസ്, സർവീസ് അപ്പാർട്ട്മെന്റ്സ്, മോസ്റ്റ് അഡ്വാൻസ്ഡ് ലക്ഷറി ഹെൽത്ത് ആൻഡ് വെൽബീയിങ് സെന്റേഴ്സ്, ഒബ്സർവേറ്ററി കൂടാതെ മുഴുവൻ ട്രോജാനയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ട്രാൻസ്പോർട്ട് സിസ്റ്റവും ഉണ്ടാവും. ഈ പ്രദേശത്ത് ശൈത്യകാലത്ത് താപനില 0 ഡിഗ്രി സെൽഷ്യസിലും കുറവായിരിക്കും. എന്നാൽ ഇവിടെ മഞ്ഞ് പെയ്യാറില്ല. അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ സ്നോ ജനറേറ്റർ മെഷീനുകളും ക്ലൗഡ് സീഡിംഗ് പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കൃത്രിമമായി മഞ്ഞ് പെയ്യിപ്പിച്ച് അഡ്വഞ്ചർ സ്പോർട്സ് ഇഷ്ടമുള്ളവർക്കായി 36 കിലോമീറ്റർ നീളമുള്ള സ്നോ സ്കീയിങ് ഏരിയയും 2.8 കിലോമീറ്റർ നീളമുള്ള മനുഷ്യനിർമ്മിത തടാകം തുടങ്ങി നിരവധി ഔട്ട്ഡോർ സ്പോർട്ട് ആക്ടിവിറ്റികൾ അടങ്ങിയതും 2026 പദ്ധതി പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിക്കാൻ ലക്ഷ്യമിടുന്ന മൗണ്ടൻ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ട്രോജാന. ദി ഓക്സഗൺ 7 കിലോമീറ്റർ നീളത്തിൽ 48 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയിൽ ഒക്ടഗൺ ഷേപ്പുള്ള പകുതി കരയിലും പകുതി കടലിലുമായി സ്ഥിതി ചെയ്യുന്ന ഹാഫ് ഫ്ലോട്ടിംഗ് നെക്സ്റ്റ് ജനറേഷൻ ഇൻഡസ്ട്രിയൽ സിറ്റിയാണ് ഓക്സഗൺ. നിയോം പ്രൊജക്ടിന്റെ എഞ്ചിനായിട്ടാണ് ഓക്സഗൺ സിറ്റിയെ വിശേഷിപ്പിക്കുന്നത്. ലോകത്തിലെ ചരക്ക് ഗതാഗതത്തിന്റെ 13% നടക്കുന്ന സൂയസ് കനാലിൽ റെഡ് സീയുടെ തീരത്തായി നിർമ്മിക്കുന്ന ഓക്സഗണിൽ ഇന്റർനാഷണൽ ട്രേഡിംഗ് പോർട്ട്, മോസ്റ്റ് അഡ്വാൻസ്ഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓഷ്യാനോഗ്രാഫിക് റിസർച്ച് സെന്റേഴ്സ്, സോൾട്ട് വാട്ടർ ഡിസാലിനേഷൻ പ്ലാന്റ്, ഹൈഡ്രജൻ പവർ പ്ലാന്റ്, അഡ്വാൻസ്ഡ് ഹെൽത്ത് കെയർ സെന്റേഴ്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് ഉപയോഗിച്ചുള്ള മോഡേൺ മെഗാ ഫാക്ടറി, ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക് ഹബ് തുടങ്ങി വീടുകളും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും
ഷോപ്പിംഗ് കോംപ്ലക്സുകളും അടങ്ങുന്ന ഇന്നൊവേഷൻ ഹബ്ബും ഫൈനാൻഷ്യൽ സോണുമായാണ് ഓക്സഗൺ നിർമ്മിക്കുന്നത്. ഓക്സഗൺ സിറ്റി മുഴുവനും 100% ഗ്രീൻ എനർജിയിൽ പ്രവർത്തിക്കുന്ന നഗരമായിരിക്കും. 2030 ഇവിടെ 90,000 ആളുകൾക്ക് താമസിക്കാനും 70,000-ഓളം തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടാൻ കഴിവുള്ളതുമാണ് എന്ന് അവകാശപ്പെടുന്ന അത്യാധുനിക വ്യാവസായിക നഗരവും നിർമ്മാണം പൂർത്തിയായാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സ്ട്രക്ചറുമായിരിക്കും ഓക്സഗൺ. ദി ലൈൻ 200 മീറ്റർ മാത്രം വീതിയുള്ളതും എന്നാൽ 500 മീറ്റർ ഉയരത്തിൽ ഇരുവശങ്ങളിലും കണ്ണാടി കൊണ്ട് ആവരണം ചെയ്ത മതിലുകളാൽ നേർരേഖയിൽ 170 കിലോമീറ്റർ നീളത്തിൽ ഗൾഫ് ഓഫ് അക്കാബയിൽ നിന്ന് ആരംഭിച്ച് റെഡ് സീയുടെ തീരത്തൂടെ രാജ്യത്തിന്റെ അകത്തേക്ക് 170 കിലോമീറ്റർ നീളത്തിൽ കടന്നുപോകുന്ന വെർട്ടിക്കൽ സിറ്റിയാണ് ദി ലൈൻ. നിയോം പ്രൊജക്ടുകളിലെ ഏറ്റവും വലുതും അതുപോലെ തന്നെ വെല്ലുവിളി നിറഞ്ഞതും ഏറ്റവും ചെലവേറിയതും അതുപോലെ തന്നെ കാലതാമസം എടുക്കുന്നതുമായ പ്രൊജക്റ്റാണ് ദി ലൈൻ. ലൈൻ സിറ്റിയെ 3 വ്യത്യസ്ത ലെയറുകളായാണ് നിർമ്മിക്കുന്നത്. അതിൽ ഒന്നാമത് ഏറ്റവും മുകളിലത്തെ ലെയറാണ് പെഡിസ്ട്രിയൻ ലെയർ. ഇവിടെയാണ് പാർക്ക്, സ്കൂൾ, ഹോസ്പിറ്റൽ, വീടുകൾ തുടങ്ങിയവ ഉണ്ടാവുക. ഇവിടെ വാഹനങ്ങൾ ഉണ്ടാവില്ല, കാരണം ഇവിടെ എല്ലാ സർവീസും 5 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസിൽ ലഭ്യമായിരിക്കും. ഇവിടെയായിരിക്കും ആളുകൾ താമസിക്കുന്നത്. രണ്ടാമത്തേതാണ് സർവീസ് ലെയർ. ഇവിടെ ഓഫീസ്, ഷോപ്പ്, ബാങ്ക്, മോൾസ് തുടങ്ങിയവയും ഗുഡ്സ് ക്യാരി ചെയ്യുന്ന മിനി ഇലക്ട്രിക് വെഹിക്കിളുകളും ഉണ്ടാവും. എന്നാൽ ലൈൻ സിറ്റിയിൽ കാറുകളോ ലോങ് ഡിസ്റ്റൻസ് റോഡുകളോ ഉണ്ടാവില്ല, കാരണം ഇവിടെ എല്ലാ സർവീസുകളും 5 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസിൽ അവൈലബിൾ ആണ്. കൂടാതെ ലിഫ്റ്റുകളുടെ സഹായത്തോടെ എല്ലാ ലെയറുകളിലേക്ക് പോകാനും സാധ്യമാവും. മൂന്നാമത്തേതും അവസാനത്തേതുമായ ലെയറാണ് സ്പൈൻ ലെയർ. ഇവിടെ മുഴുവനായും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസാൽ നിയന്ത്രിക്കുന്ന 170 കിലോമീറ്റർ നീളമുള്ള ലൈൻ സിറ്റിയുടെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് 20 മിനിറ്റ് കൊണ്ട് എത്താൻ സാധിക്കും എന്ന് അവകാശപ്പെടുന്ന അൾട്രാ ഹൈ സ്പീഡ് ഇലക്ട്രോമാഗ്നറ്റിക് ട്രെയിനുകളുടെ നെറ്റ്വർക്കായിരിക്കും ഉണ്ടാവുക. ഇവിടെ താമസിക്കുന്ന വ്യക്തികൾക്ക് 170 കിലോമീറ്റർ നീളമുള്ള ഈ ലൈൻ സിറ്റിയിൽ ഏതു ഭാഗത്താണോ പോകേണ്ടത് അവർ ലിഫ്റ്റുകളുടെ സഹായത്തോടെ സ്പൈൻ ലെയറിൽ വരികയും ട്രെയിനിന്റെ സഹായത്തോടെ 20 മിനിറ്റിനുള്ളിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ചെയ്യും. അതുകൊണ്ട് ഇവിടെ ട്രാഫിക് ജാം, കാർബൺ പൊല്യൂഷൻ എന്നിവ ഒന്നും ഉണ്ടാവില്ല. മുഴുവൻ സിറ്റിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസാൽ കൺട്രോൾഡ് ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ വെൽ സ്ട്രക്ചേർഡ് ആയിരിക്കും. ഇതിനകത്ത് ടെമ്പറേച്ചർ കൺട്രോൾഡ് ആയതിനാൽ വർഷത്തിലെ 12 മാസവും ഒരേ കാലാവസ്ഥയായിരിക്കും. കൂടാതെ മുഴുവൻ സിറ്റിയും പ്രവർത്തിക്കുന്നത് റിന്യൂവബിൾ എനർജിയിലായിരിക്കും. ശുദ്ധജലത്തിന്റെ ഒരു തുള്ളി പോലും ലഭ്യമല്ലാത്ത ഈ ഒരു മരുഭൂമി പ്രദേശത്ത് നിർമ്മിക്കുന്ന നിയോം സിറ്റികളിലേക്കുള്ള ശുദ്ധജല സ്രോതസ്സിനുള്ള മാർഗമെന്ന് ഡീസാലിനേഷനാണ്. നിയോമിൽ ഗ്ലാസ് കൊണ്ടുള്ള ഒരു ഗ്ലോബ് നിർമ്മിക്കുകയും അതിൽ കടൽ വെള്ളം നിറച്ച് അതിനുശേഷം ഗ്ലോബിന് ചുറ്റും സ്ഥാപിച്ചിട്ടുള്ള മിററുകൾ വഴി സൂര്യന്റെ ഹീറ്റ് റേഡിയേഷൻ ഇതിലേക്ക് റിഫ്ലക്ട് ചെയ്യുകയും ഗ്ലോബിൽ ശേഖരിച്ചിട്ടുള്ള കടൽ ജലം ബാഷ്പമാവുകയും അതിനെ പൈപ്പുകളിലൂടെ പുറത്തെടുത്ത് ഫിൽറ്റർ ചെയ്ത് ഇങ്ങനെ കിട്ടുന്ന ശുദ്ധജലം ടാങ്കുകളിലേക്ക് നിറയ്ക്കുകയും മുഴുവൻ സിറ്റിയിലേക്ക് സപ്ലൈ ചെയ്യുകയും ചെയ്താണ് നിയോമിലേക്ക് ശുദ്ധജലം എത്തിക്കുന്നത്. 2030 നിർമ്മാണം പൂർത്തിയാകുമെന്ന് അവകാശപ്പെടുന്ന ലൈൻ സിറ്റിയിൽ 2045 90 ലക്ഷം ആളുകളെ താമസിപ്പിക്കാനും 4,60,000-ലും അധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാധിക്കുമെന്ന് കരുതപ്പെടുന്നു. സൗദി പറയുന്ന പോലെ ദ ലൈൻ സിറ്റി യാഥാർത്ഥ്യത്തിൽ വന്നാൽ പരമ്പരാഗത ആർക്കിടെക്ചർ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കുന്ന സയൻസ് ഫിക്ഷൻ മൂവികളിൽ മാത്രം കണ്ടിട്ടുള്ള ഫുള്ളി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസാൽ നിയന്ത്രിക്കപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ അത്യാധുനിക മെഗാ സ്ട്രക്ചർ ആയിരിക്കും ദി ലൈൻ സിറ്റി. പെട്രോളിയം ശേഖരത്തിന്റെ ബലത്തിൽ നിലനിൽക്കുന്ന സൗദിയുടെ സമ്പദ് വ്യവസ്ഥയെ ഈ ഓയിൽ ഡിപ്പെൻഡൻസിയിൽ നിന്നും ഒഴിവാക്കാൻ സൗദി സ്വപ്നം കാണുന്ന ഈ $1 ട്രില്യൺ മെഗാ പ്രൊജക്ട് ഒരുപക്ഷെ $1 ട്രില്യൺ മെഗാ ഫെയിലിയർ ആകാനും സാധ്യതയുള്ളവയാണ്. ലോകമെമ്പാടുമുള്ള എഞ്ചിനീയറിംഗ് എക്സ്പെർട്ടുകൾ പറയുന്നത് 2030 നിയോം പ്രൊജക്ട് മുഴുവനായും പൂർത്തിയാക്കുക എന്നത് നിയർലി ഇമ്പോസിബിൾ ആണ് എന്നാണ്. കൂടാതെ ദി ലൈൻ സിറ്റിയുടെ മാത്രം ചെലവ് $1 ട്രില്യൺ അധികം വരുമെന്നുമാണ്. എന്നാൽ പക്ഷേ ലൈനിന്റെ നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിവേഗത്തിലാണ് നിയോമിന്റെ പ്രൊജക്ടുകളുടെ കൺസ്ട്രക്ഷൻ വർക്കുകൾ പുരോഗമിക്കുന്നത്. ഈ പ്രൊജക്ടുകൾ ഫെയിലാവുക എന്നാൽ അതിനർത്ഥം സൗദിയുടെ അടിത്തറ ഇളകുക എന്നാണ്. ഇത് ഫെയിലായാൽ ഈ നഷ്ടത്തിൽ നിന്ന് കരകയറുക എന്നത് സൗദിക്ക് അസാധ്യമാണ്. കാരണം അധികം വൈകാതെ തന്നെ ഓയിൽ ശേഖരം തീർന്നു തുടങ്ങും. കൂടാതെ സൗദി മാത്രമല്ല, ലോകം മുഴുവൻ ഫോസിൽ ഫ്യൂലുകളിൽ നിന്ന് റിന്യൂവബിൾ എനർജിയിലേക്ക് മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് ഫോസിൽ ഫ്യൂലുകളിൽ പലതിന്റെയും ഡിമാൻഡ് വലിയ തോതിൽ തന്നെ കുറയ്ക്കും. അതിലൂടെ ഏതു വസ്തുവാണോ സൗദിയുടെ തലവരം മാറ്റിയത് അതിന് സൗദിയിൽ ഒരു സ്പന്ദനം പോലും സൃഷ്ടിക്കാൻ സാധിക്കാത്ത സാഹചര്യം വരും. അതുകൊണ്ട് ഈ സാമ്രാജ്യം ഇതിലും മികച്ചതാകണമെങ്കിൽ സൗദി ഗവൺമെന്റിന് നിയോം യാഥാർത്ഥ്യമാകുക എന്നത് അത്യാവശ്യമാണ്. സൗദിയുടെ സ്വപ്നം പോലെ ഇത് യാഥാർത്ഥ്യമായാൽ ലക്ഷക്കണക്കിന് തൊഴിലുകൾ സൃഷ്ടിക്കുന്നതും അതിലൂടെ സൗദിയുടെ GDP ആകാശം തൊടിയിക്കുന്നതുമായിരിക്കും നിയോം പ്രൊജക്ട്. ഒന്നെങ്കിൽ ഇതായിരിക്കും 2030 ലോകം കാണാൻ പോകുന്ന $1 ട്രില്യൺ മെഗാ ഫെയിലിയർ, അല്ലെങ്കിൽ ലോകം ഇന്നേവരെ കാണാത്ത ഹൈലി സക്സസ്ഫുൾ $1 ട്രില്യൺ മെഗാ സ്ട്രക്ചർ. അല്ലെങ്കിലും ചില കാര്യങ്ങൾ സാധ്യമാകുന്നതിന് മുമ്പ് അവ അസാധ്യമായാണ് നമുക്ക് തോന്നാറുള്ളത്.